വലിയ നിലയിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ചൂടുപിടിച്ചിട്ടുണ്ടല്ലോ. ഒരു ശക്തമായ ത്രികോണ മത്സരം എന്ന് നമുക്ക് കേരളത്തിൽ ഒരിടത്ത് ചൂണ്ടിക്കാണിക്കാനുണ്ട് എങ്കിൽ അത് തൃശ്ശൂരിലാണ് എന്നാണ് അനുമാനം. ചിലപ്പോൾ താങ്കൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകുമായിരിക്കും. അപ്പോൾ അവിടെയാണ് കലാമണ്ഡലം ഗോപിയാശാനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വിവാദം നടക്കുന്നത്. നേരത്തെ ശ്രീ ഉല്ലാസ് ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഗോപിയാശാൻ്റെ മകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റോടു കൂടിയാണ് അത് വിവാദത്തിലായത്. ആ വിവാദമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം പത്മഭൂഷൺ വേണ്ടേ എന്ന ആ VIP ഡോക്ടറുടെ ചോദ്യമാണ് എന്നുള്ളതാണ്. ഇന്ന് ഗോപിയാശാൻ പറയുന്നുണ്ട് 2009 അദ്ദേഹത്തിന് പത്മ പുരസ്കാരം ലഭിക്കുന്നതിന് മുമ്പ്, അതായത് കോൺഗ്രസ് ഭരണകാലത്താണ്, UPA ഭരണകാലത്ത്. അന്ന് സുരേഷ് ഗോപി ഒരു കോൺഗ്രസ് അനുഭാവമുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ സുരേഷ് ഗോപിയോട് ചോദിച്ചു എന്ന് ഈ കാലഘട്ടത്തിൽ ഓർത്തെടുത്ത് പറയുകയാണ് ഗോപിയാശാൻ. അത് നമ്മൾ ഏതെങ്കിലും വിധത്തിൽ പരിഗണിക്കണോ എന്നുള്ളത് താങ്കൾ ആലോചിച്ചു കൊള്ളുക. എന്തായാലും പുതിയ സാഹചര്യത്തിൽ ഗോപിയാശാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പത്മഭൂഷൺ കൃത്യമായി അർഹിക്കുന്ന ആളാണ്. പക്ഷെ കിട്ടണമെങ്കിൽ BJPയുടെ പ്രചാരണത്തിൽ പങ്കെടുക്കണം എന്ന നിലയുണ്ട് എന്നുള്ളതാണല്ലോ നമ്മൾ ഈ ആശയ സംവാദത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശ്രീ അനിലേക്കര, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, ഗോപിയാശാനെ കുറിച്ച് തൃശ്ശൂരിലെയും കേരളത്തിലെയും പൊതുജനത്തിനും ഈ സാംസ്കാരികമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ഗോപിയാശാന്റെ കൾച്ചറിനെ കുറിച്ചും ചിത്രമൊക്കെ നമ്മുടെ മനസ്സിനകത്ത് കൃത്യമായുള്ളതാണ്. ഗോപിയാശാൻ പറഞ്ഞതിനെ ആരും അവിശ്വസിക്കേണ്ട കാര്യവുമില്ല എന്നുള്ളതാണ് വ്യക്തിപരമായ എന്റെയൊക്കെ അഭിപ്രായം. ഈ ഗോപിയാശാൻ എന്ന് പറയുന്ന ആൾ താമസിക്കുന്നത് കൈപ്പറമ്പ് പഞ്ചായത്തിലെ മുണ്ടൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. അദ്ദേഹം ഞാൻ പ്രതിദാനം ചെയ്തിരുന്ന വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിനകത്തുള്ള ആളാണ്. ആലത്തൂർ പാർലമെന്റിനകത്തുള്ള ഒരാളാണ്. സ്വാഭാവികമായും അങ്ങനെ സുരേഷ് ഗോപിയെ പോലെ തൃശൂർ പാർലമെന്റിനകത്ത് മത്സരിക്കുന്ന ഒരാൾ എന്തിനാണ് ഗോപിയാശാനെ പോലെ ഒരാളെ പോയി കാണുന്നതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു കലാകാരൻ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനെ അതിർത്തികൾ നോക്കേണ്ട കാര്യമില്ല, പോയി കാണുകയും അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങുകയൊക്കെ ചെയ്യുന്നത് സ്ഥാനാർത്ഥികളായ ആളുകളെ സംബന്ധിച്ചോളം ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പൊ അതിനകത്താണ് ഈ പറയുന്ന ഈ പത്മഭൂഷൺ വിവാദം കടന്നു വരുന്നത്. അത് ഒരു ഡോക്ടർ ചോദിച്ചു എന്ന് പറയുന്നു. ആ ഡോക്ടർ അങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് അന്വേഷണാത്മകമായ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ആ ഡോക്ടർ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ആ ഡോക്ടർ ആരാണെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതിവിടെ പറയേണ്ട കാര്യം, എനിക്ക് അതിന്റെ ഉത്തരവാദിത്തമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം നികേഷ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായതിനു ശേഷമുള്ള, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചതിന് ശേഷമുള്ള ഓരോ നാൾ വഴിയും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP ഹാൻഡിൽ ചെയ്യേണ്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു കോമാളിത്തരമായി വരുന്നത് ഞങ്ങൾ ആരും ഉയർത്തിക്കൊണ്ടുപോകുന്ന വിഷയങ്ങളല്ല. ഇവിടെ ഈ പറയുന്ന പത്മഭൂഷൺ കൊടുക്കേണ്ടി വരുന്ന വിഷയം സംസാരിക്കുന്നത് ഈ പറഞ്ഞ BJP അനുഭാവിയായ ഡോക്ടറാണ്. ഇന്ന് പുറപ്പെട്ട മണിപ്പൂർ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഇടവക വികാരിയുമായി സംസാരിക്കുന്നത്, ആ ചിത്രം പൂർണ്ണമായി ഷൂട്ട് ചെയ്തത് BJP ഹാൻഡിലാണ്. എനിക്ക് ഒരു 2 ആഴ്ച മുമ്പ് എനിക്ക് വിഷ്വൽ എനിക്ക് അയച്ചെന്താണ്, ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വികാരി അച്ഛനെ ഇതിലേക്ക് കൂട്ടിക്കുഴയ്ക്കേണ്ട എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനത് സൂക്ഷിച്ചു വെച്ച് ഇപ്പോഴും എന്റെ കയ്യിനകത്തുണ്ട്. അതുപോലെ തന്നെ സുരേഷ് ഗോപി അവരുടെ പാർട്ടി പ്രവർത്തകരുമായി സംസാരിക്കുന്ന ഒരു വിഷയം വീണ്ടും മാധ്യമങ്ങളിൽ വരികയാണ്. അത് മാധ്യമ പ്രവർത്തകർ ഷൂട്ട് ചെയ്തതല്ല. ഇതെല്ലാം BJP ഹാൻഡിലുകൾ കൈകാര്യം ചെയ്ത് അവരുടെ കയ്യിൽ മാത്രം ഒതുങ്ങേണ്ടതായ വിഷയങ്ങൾ എന്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു? സുരേഷ് ഗോപി ഇവിടെ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി വിജയിക്കും എന്ന് തൃശ്ശൂരിന് ആരും ചോദിച്ചാൽ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉല്ലാസ് ബാബുവും ഒരു പാർട്ടിയുടെ ഒരു കേഡർ ആയതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. ഇവിടെ ആരും അങ്ങനെ പറയും തോന്നുന്നില്ല. ഞങ്ങൾ ഈ വിഷയം ഞങ്ങളിപ്പോ സുരേഷ് ഗോപിയെ ഒരു കാരണവശാലും മൈൻഡ് ചെയ്യാനേ പോകുന്നില്ല. ഞങ്ങൾ ഇവിടെ കൃത്യമായും LDFുമായുള്ള ഒരു വലിയ മത്സരത്തേക്ക് ശ്രീ K മുരളീധരൻ വന്നതോടുകൂടി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ അമിത്ഷാ വരുന്നു, നരേന്ദ്രമോദി വരുന്നു, സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി അവരോഹണം ചെയ്യുകയാണ്. അപ്പോൾ സുരേഷ് ഗോപിക്ക് വളരെ സമയം കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി. നിങ്ങളുടെ സ്ഥാനാർത്ഥി TN പ്രതാപൻ ആയിരിക്കുമെന്നുള്ള ധാരണയിൽ TN പ്രതാപനായിരുന്നു ഒരു പരിധിവരെയെങ്കിലും ഇൻഫോർമലായി അനൗപചാരികമായി തെരഞ്ഞെടുപ്പ് പ്രചാരണമോ അല്ലെങ്കിൽ ആളുകളെ കാണുന്ന പ്രക്രിയയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതെങ്കിൽ പൊടുന്നനെ K മുരളീധരൻ സ്ഥാനാർത്ഥിയായി വരികയാണ് ചെയ്തിട്ടുള്ളത്. സുനിൽകുമാറിൻ്റെ കാര്യത്തിനകത്ത് പാർട്ടി അന്തിമ തീരുമാനം എടുക്കുന്നവരെ സുനിൽകുമാറിന് അനങ്ങാനും പോലും പറ്റിയില്ല. അപ്പോൾ സുരേഷ് ഗോപി വളരെയധികം മുന്നോട്ട് പോയി. പല ആളുകളെ എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്, എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് ആവശ്യം എന്നത് സംബന്ധിച്ച് നല്ല ബോധ്യം BJP സ്ഥാനാർത്ഥിക്കുണ്ട്.
അല്ല, അത് നമ്മൾ കണ്ടല്ലോ. ഈ സ്ഥാനാർത്ഥിയെ എങ്ങനെയാണ് വഷളാക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ. ഒരു കുട്ടിക്ക് ചികിത്സാ സഹായവുമായി വന്ന് അദ്ദേഹത്തെ സമീപിക്കുന്ന വിഷയത്തിൽ ഇവർ തന്നെ ഷൂട്ട് ചെയ്ത ചിത്രങ്ങൾ പുറത്തേക്കിടുന്നത് ഇവർ തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപിയെ ഈ കോമാളി വേഷത്തിലേക്ക് കെട്ടിച്ചത്, ഇത്തരത്തിലുള്ള അപക്വമായ രാഷ്ട്രീയ ചർച്ചയിലേക്ക് സുരേഷ് ഗോപിയെ കൊണ്ടുപോയി എത്തിച്ചത്, നമുക്കറിയാലോ. സുരേന്ദ്രന്റെ വടകര തൃശൂർ മോഡൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞത് ഞങ്ങളാരുമല്ലോ. വടകരയിലെ UDF സ്ഥാനാർത്ഥി പരാജയപ്പെടുമെന്നും തൃശൂരിലെ UDF സ്ഥാനാർത്ഥി വിജയിക്കില്ലെന്നും കൃത്യമായി സുരേന്ദ്രൻ പറയുകയാണ്. എന്തിനു വേണ്ടിയാണ്? അത് വളരെ കൃത്യമായ അജണ്ട വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അത് പ്രകോപിതരാക്കുക, ഒരു സമുദായത്തെ എത്രത്തോളം പ്രകോപിതരാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള വലിയ റിസർച്ച് ഇവർ നടത്തിയാൻ. പ്രതാപനെ കുറിച്ച് എന്തൊക്കെയാണ് ഇവർ പറഞ്ഞത്? അപ്പൊ ഇത് വളരെ വളരെ ആസൂത്രമായി സുരേഷ് ഗോപി പരാജയപ്പെടണമെന്നുള്ളത് ഇവിടെയുള്ള UDF LDF കാൻഡിഡേറ്റുകളെക്കാളും അല്ലെങ്കിൽ ഞങ്ങളെക്കാളും ഒക്കെ ഏറെ താല്പര്യത്തിൽ ഈ നരേറ്റീവ് സൃഷ്ടിക്കുന്നത് അത് BJPക്കാർ തന്നെയാണെന്ന് തൃശ്ശൂരിൽ വന്ന് ഏതൊരു ചായക്കടയിൽ കയറി നികേഷ് കുമാർ ഏതൊരു ചായക്കടയിൽ കയറി ചോദിച്ചാലും ഇവിടെയുള്ള മുഴുവൻ BJPക്കാരും സുരേഷ് ഗോപിക്കെതിരാണ്. സുരേഷ് ഗോപിക്കെതിരായുള്ള നരേറ്റീവ് മുഴുവൻ ഉണ്ടാക്കുന്നത് ഇവരാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതിന്റെയൊക്കെ കൂടി ഭാഗമാണ് ഈ ഡോക്ടർ. എന്നാണ് താങ്കൾ കാണുന്നത്? Debate with MV Nikesh Kumar.